കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നും ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചതിനായിട്ട് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ദൈവഭക്തിയിലെ നമ്മെ നിലനിർത്തുന്ന ഘടകങ്ങൾ നീതി, വിശുദ്ധി, അതുപോലെ വിശ്വസ്തത, അത് സമൂഹത്തിൻ്റെ മധ്യേയും നിയമത്തിൻ്റെ മുമ്പാകെയും പാലിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. അതിനുശേഷം നമ്മളുടെ ജീവിത സാക്ഷ്യം, വചനസാക്ഷ്യം എന്നീ രണ്ട് കാര്യങ്ങൾ വ്യക്തി ജീവിതത്തിൽ നാം പുലർത്തേണ്ടത് ആവശ്യമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ജീവിത സാക്ഷ്യം എന്നുള്ളത് നമ്മളുടെ വിശ്വാസവും നമ്മളുടെ ജീവിതവും തമ്മിലുള്ള തുലനമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് അതിൻ്റെ ഏറ്റവും വലിയ മാതൃക എന്നുള്ളത് കാണുകയുണ്ടായി. ഞാൻ എൻ്റെ ജീവിതത്തിൽ വിശ്വസിക്കുന്നതും പ്രസംഗിക്കുന്നതും എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല എങ്കിൽ ആ പ്രസംഗത്തിൻ്റെ ആഴം ഒന്നുമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വചനത്തിൻ്റെ സാക്ഷ്യം എന്ന വിഷയം നമ്മൾ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ നമ്മളുടെ ഇടയിൽ ഈ ഒരു വിഷയത്തിലൊരല്പം ലക്ഷ്യബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓർക്കുകയുണ്ടായി. കർത്താവ് നമ്മെ തൻ്റെ സാക്ഷികളായിട്ട് ഇരിക്കുവാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. നമ്മളത് ഓർക്കുകയുണ്ടായി. ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് നമ്മളുടെ വിളിയുടെ ഏറ്റവും വലിയ ഉദ്ദേശ്യം. ആ ഉദ്ദേശ്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചാൽ കേവലം ഒരു റിലീജിയനേക്കാളും നമുക്കൊരു അല്പം പോലും മെച്ചമായിട്ടിരിക്കാൻ കഴിയുകയില്ല. ഒരു പക്ഷേ യഹൂദ മതം നമ്മളെക്കാളും മെച്ചമായ റിലീജിയനായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർക്ക് കുറേ കൂടെ കളർഫുള്ളായിട്ടുള്ള പല ഈവൻസും ഉണ്ട്. കളർഫുൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ അവർക്ക് യാഗങ്ങളുണ്ട്, അവർക്ക് പെരുന്നാളുകളുണ്ട്, അവർക്ക് ദേവാലയമുണ്ട്, അങ്ങനെ പലതുമുണ്ട്. നമ്മളെക്കാളും കളർഫുള്ളായിരിക്കും അവർ അക്കാര്യത്തിൽ. അതുപോലെ മറ്റ് പല റിലീജിയൻസും ഉണ്ട് ഈ ലോകത്തിൽ. കേവലം ഒരു റിലീജിയസ് എൻറ്റിറ്റി ആയിട്ടിരിക്കാനല്ല ദൈവം നമുക്ക് ഈ അവസരം, ഈ ലോകത്തിലുള്ള ജീവിതം നൽകിയിരിക്കുന്നത്, മറിച്ച് കർത്താവിൻ്റെ സാക്ഷികളായിരിക്കാൻ വേണ്ടിയാണ്. ആ ഒരു വിഷയത്തിൽ ബ്രദറൻ സഭകൾ വളരെ ഒരു വളരെ അലംഭാവത്തോടു കൂടിയ ഒരു സമീപനമാണ് പൊതുവെ കാഴ്ചവെക്കാറ്. നമ്മൾ ഇക്കാര്യത്തിൽ വളരെ സ്ട്രെസ് ചെയ്യുന്നില്ല, ഊന്നൽ നമുക്ക് കൊടുക്കുന്നില്ല. ചുരുക്കം ചിലർ അവരവരുടെ സ്വയമായിരിക്കുന്ന താല്പര്യം കൊണ്ട് കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നു എന്നതിനേക്കാൾ ഉപരി നമ്മളെല്ലാവരും അത് ചെയ്യേണ്ടവരാണെന്നുള്ള ആ യാഥാർത്ഥ്യം രക്ഷിക്കപ്പെടുന്ന നാൾ മുതൽ ഒരു വ്യക്തിയിൽ അങ്കുരിപ്പിക്കുവാനായി നമ്മുടെ സഭകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് പച്ചപരമാർത്ഥമാണ്. അത് ഡിനൈ ചെയ്യാൻ ആര് ശ്രമിച്ചാലും അത് സത്യമാണ്. എന്നാൽ മറ്റ് ചില സഭകളിൽ നിന്ന് അല്പം വ്യത്യസ്തരായിട്ടുള്ളവരുണ്ട്. ഞാൻ ഇക്കാര്യത്തിൽ പെന്തക്കോസ്റ്റ് സഭകളെ കുറച്ചുകൂടെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ നല്ലൊരു പങ്ക് ആൾക്കാരും മറ്റുള്ളവരോട് തങ്ങൾക്ക് അറിയുന്ന രീതിയിൽ കർത്താവിനെ കുറിച്ച് പങ്കുവയ്ക്കുവാൻ താല്പര്യമുള്ളവരാണ്. വിശേഷാൽ അവരുടെ ഇടയിലുള്ള സ്ത്രീകൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് അവർ കർത്താവിനെ കുറിച്ച് പറയാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ സുവിശേഷം അവർ മുഖാന്തരം കൂടുതൽ ചെന്നെത്തുന്നുണ്ടെന്നുള്ളതൊരു പരമാർത്ഥമാണ്. എന്നാൽ ദൈവവചനത്തിൽ ഇത്രയും നിശ്ചയം നമുക്കുണ്ടായിട്ടും, ഉപദേശപരമായ കാര്യത്തിൽ കൃത്യതയുണ്ടായിട്ടും, ഇഫക്റ്റീവായിട്ട് സുവിശേഷം മറ്റുള്ളവരുടെ അടുക്കലേക്ക് എത്തിക്കുവാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല. ഇത് വാസ്തവത്തിൽ സഭയായിട്ട് നമ്മളെ ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമാണ്. സഭയായിട്ട് ഇക്കാര്യത്തിൽ വേണ്ട പോലെ ട്രെയിനിങ്, വേണ്ട പോലെയുള്ള താല്പര്യം വിശ്വാസികളിൽ വളർത്താത്തത് കൊണ്ട് വ്യക്തി ജീവിതങ്ങളിലും കുടുംബജീവിതങ്ങളിലും ഈ സ്വഭാവം നമ്മിൽ നിന്ന് പൊതുവെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇത് മാറ്റണം. നമ്മൾ ബ്രദറൻ സഭകളുടെ എക്സിസ്റ്റൻസ് ഉള്ളത് നിലനിൽക്കുന്നത് നമ്മൾ സുവിശേഷത്തിന് എത്രമാത്രം സാക്ഷ്യം വഹിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഒരു പക്ഷെ മക്കളും മക്കളുടെ മക്കളുമായിട്ട് നമുക്ക് ജനസമൂഹമുണ്ടാകും. പക്ഷേ പുതിയ ആത്മാക്കൾ സഭയിൽ കടന്നു വരിക എന്ന് പറയുന്ന കാര്യം കുറഞ്ഞ് വരും. അത് യാഥാർത്ഥ്യമാണ്.
നമ്മൾ സഭകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ കാണുന്ന ഒരു കാര്യമാണത്. പുതിയ ആത്മാക്കൾ കാര്യമായിട്ടില്ല, വളരെ ചുരുക്കം. പല സഭകളിലും ഒരു പുതിയ നാമ്പ് തളിർക്കുന്നത് ഇല്ലായ്മയായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആയിരുന്നില്ല അവസ്ഥ. ഞാനൊക്കെ രക്ഷിക്കപ്പെട്ടു വരുന്ന കാലഘട്ടത്തിൽ 1980കളിലെ കാര്യം ഞാനീ പറയുന്നത്. വലിയ കൊയ്ത്ത് നടന്ന സ്ഥലമാണ് ഈ കേരളം. എത്രമാത്രം വ്യക്തികളാണ് തങ്ങളുടെ മാതൃസഭകളെയൊക്കെ വിട്ട് വിശ്വാസ മാർഗത്തിലേക്ക് കടന്നു വന്ന് ബ്രദറൻ സഭകളോട് ചേർന്ന് മുന്നോട്ട് പോകാനിടയായത്. എന്നാൽ ഇന്ന് ആ കാലഘട്ടമൊക്കെ മാറി. നമ്മൾ പലപ്പോഴും പറയും അതൊക്കെ ഓരോ കാലഘട്ടത്തിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. അതൊന്നുമല്ല വാസ്തവം. പാപികൾ ഇന്നും ഇവിടെയുണ്ട്, യേശു ക്രിസ്തുവിനെ നോക്കുന്നവർ ഇന്നും ഇവിടെയുണ്ട്, ആവശ്യമുള്ളവർ ഇവിടെയുണ്ട്. എന്നാൽ നമ്മൾക്കൊരു അലംഭാവം സംഭവിച്ചിട്ടുണ്ട്. ആ അലംഭാവം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സുവിശേഷകന്മാർക്ക് അതങ്ങ് ഏൽപ്പിച്ച് മിക്ക പേരും എന്ന് പറഞ്ഞാൽ നല്ല പങ്കും സിംഹഭാഗവും സഭയിൽ കറങ്ങിയടിച്ച് നടക്കുന്നവരാണ്. ഇതാ സഭായോഗങ്ങളിൽ പുറത്തേക്ക് ഒന്നും കൊണ്ടുപോയില്ലേ. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ സഭയിൽ 400 പേരെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുക, അല്ലേ? 300-400 പേര് കാണുകയില്ലേ? ഈ 300-400 പേര് ഒരാഴ്ചയിൽ ഒരാളോട് സുവിശേഷം പങ്കുവെച്ചാൽ 52 ആഴ്ചകൾ ദൈവം ഒരു വർഷം നമുക്ക് തന്നിട്ടുണ്ട്. എത്ര പേരോട് നമ്മൾ സുവിശേഷം പങ്കുവെക്കും? 52 × 400 10-20,000 പേരോട് നമ്മൾ സുവിശേഷം പങ്കുവെക്കും ഒരു വർഷം. എത്ര നടക്കാറുണ്ട്? പ്രിയമുള്ളവരെ, ഈ അവസ്ഥ ഇത് ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. നമ്മളുടെ സഭകൾക്ക് സാരമായ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ തെറ്റെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ സഭായോഗങ്ങളിൽ തൃപ്തരായി അങ്ങ് കഴിഞ്ഞുകൂടുകയാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷം പുറത്തേക്ക് കൊണ്ടു ചെല്ലേണ്ടതിന് പകരം ഇങ്ങോട്ടേക്ക് വരട്ടെ എന്നുള്ള സമീപനമാണ് നമ്മളേത്. അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ്. അതെന്താ? രക്ഷിക്കപ്പെട്ടവർ സഭയിൽ കടന്നു വരണം, സാക്ഷ്യം പറയണം, അതിനുശേഷം അവർ കുറച്ച് നാൾ ഇവിടെ ഇരിക്കണം, എന്നിട്ട് ഞങ്ങൾ നോക്കും അവൻ നിൽക്കോ ഇല്ലയോ എന്ന്. എന്നിട്ട് ഒരു ലെസൺ സ്നാനത്തെക്കുറിച്ച്, അത് കഴിഞ്ഞ് കൊണ്ടുപോയി സ്നാനം. ഇതാണോ ബൈബിൾ പഠിപ്പിക്കുന്നത്? ഇതാണോ അപ്പസ്തോലന്മാർ ആചരിച്ചിരുന്നത്? ഇതാണോ ആദിമസഭകൾ ഭൂമിയിൽ സാക്ഷ്യമായിട്ട് അവതരിപ്പിച്ചിരുന്നത്? ഇങ്ങനെയല്ല. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക, അവരാണ് സഭയിലേക്ക് കടന്നു വരേണ്ടത്. സ്നാനം നടക്കുന്നതിന് ഇവിടെ വന്നിരിക്കണം, ഇവിടെ സാക്ഷ്യം പറയണം. ഇതൊക്കെ ആരുണ്ടാക്കിയ നിയമങ്ങളാണ്? പ്രിയമുള്ളവരെ, നമ്മളുടെ ലക്ഷ്യം തെറ്റിപ്പോയി. എല്ലാറ്റിനും ന്യായമൊക്കെ പറയാനുണ്ട് കേട്ടോ. നിന്നില്ലെങ്കിൽ മോശമല്ലേ? അതൊക്കെ ശരിയാ, ന്യായമാ. കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവനെ നിർത്തുവാൻ കർത്താവിന് കഴിയുമെന്ന, അങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയും താനും. കർത്താവ് നട്ടിട്ടുള്ള ഒരു തയ്യും ആരും പറിച്ചു കളയുകയില്ല. അതൊന്നും നമ്മളുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മികവ് കൊണ്ടോ നിലനിൽക്കുന്നതല്ല. നമ്മൾ ഇങ്ങോട്ട് വരട്ടെ എന്ന തണുപ്പൻ സമീപനത്തിലേക്ക് കടന്നു ചെന്നു. അങ്ങോട്ട് പോകുവാൻ കർത്താവ് പറഞ്ഞു. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? മത്തായി സുവിശേഷം 28-19-20 നമ്മൾ എന്താ വായിക്കുന്നത്? നിങ്ങൾ പോയി, അല്ലേ? നിങ്ങൾ പോയി സകലരെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളൂ. അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പോകുന്നത് അവസാനിച്ചു, ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള സമീപനം. പ്രിയമുള്ളവരെ, വചനത്തിന് സാക്ഷ്യം വഹിക്കുക എന്ന വിഷയത്തിൽ നമ്മൾ അമ്പെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് തിരുത്തണം. നമ്മൾക്കൊരല്പം കൂടെ വ്യക്തമായ വ്യത്യസ്തമായ കാഴ്ചപ്പാടും സമീപനവും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായേ മതിയാകൂ. ഇല്ല എങ്കിൽ എണ്ണത്തിന് കുറവൊന്നും വരില്ല, പക്ഷെ ഗുണത്തിൽ സാരമായ കുറവ് സഭകളിൽ സംഭവിക്കും. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ലക്ഷ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ സഭകളും തുടങ്ങിയത്. പ്രൊട്ടസ്റ്റന്റ് സഭകളെ കുറിച്ച് ഞാൻ പറയുന്നത് തുടങ്ങിയത് നല്ല ലക്ഷ്യത്തോടു കൂടിയൊക്കെ തന്നെയാ. മാർ തോമസ് സഭ ഉണ്ടായതിൻ്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ, യാക്കോബായ സഭകളും ഓർത്തഡോക്സ് സഭകൾ എന്ന് പറയുന്ന തോമസ് സഭകൾ ഇവിടെ സുവിശേഷത്തിന് പ്രാധാന്യം കൊടുക്കാതിരുന്നപ്പോൾ സുവിശേഷ തൽപരന്മാരായ ചിലർ എഴുന്നേറ്റ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കണമെന്ന് പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ അവർ മുഖാന്തരം ഉണ്ടായതാണ് മാർ തോമസ് സഭ. പക്ഷെ ഇന്ന് മാർ തോമസ് സഭ എവിടെയാണ് നിൽക്കുന്നത്?
പേരിന് കുറച്ച് സുവിശേഷം എന്നുള്ളത് ഒഴിച്ചാൽ സഭ ഒരു അവിയൽ പരുവമാണ്. രക്ഷിക്കപ്പെട്ടവരുണ്ട്, രക്ഷിക്കപ്പെടാത്തവരും അവിടെയുണ്ട്. സ്നാനപ്പെട്ടവരുണ്ട്, സ്നാനപ്പെടാത്തവരും അവിടെയുണ്ട്. ഇങ്ങനെ ഒരു മിക്സായിട്ട് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏറിയ കാലം കഴിയില്ല നമ്മുടെ സഭ ഇങ്ങനെയായി തീരും. രക്ഷിക്കപ്പെട്ടവരും കാണും, രക്ഷിക്കപ്പെടാത്തവരും കാണും. സ്നാനപ്പെട്ടവരും കാണും, സ്നാനപ്പെടാത്തവരും കാണും. വി ആർ ഡീറെയിലിംഗ്. നമ്മൾ പോകേണ്ട പാതയിൽ നിന്ന് പതുക്കെ പതുക്കെ വ്യതിചലിച്ചു പോവുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കേണ്ട കാര്യത്തിന് കൊടുക്കുന്നില്ല. സുവിശേഷം എന്ന വിഷയത്തിൽ നമ്മൾ ഒരു അലംഭാവം കാണിച്ചിട്ടുണ്ട്. വചനത്തിന് സാക്ഷ്യം വഹിക്കുന്നത് വ്യക്തിതലത്തിൽ ആരംഭിക്കണം. ഇതിൽ ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ തന്നെ പറയുന്നില്ല, പക്ഷെ എനിക്ക് നല്ല ഭാരമുണ്ട് ഇക്കാര്യത്തിൽ. നമ്മളാണ് സുവിശേഷവുമായിട്ട്, വ്യക്തിപരമായി സുവിശേഷവുമായിട്ട് കടന്നു ചെല്ലണം. നമ്മൾ വസിക്കുന്ന ഇടങ്ങളിൽ, നമ്മൾ പഠിപ്പിക്കുന്ന, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ, എവിടെയായിരുന്നാലും കർത്താവിൻ്റെ സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ നമ്മൾ മനസ്സ് കാണിക്കണം. കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാനായിട്ട് നമുക്ക് മനസ്സില്ല എങ്കിൽ കർത്താവ് നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടി പോവുകയാണ്. യോനയെ പോലെ കർത്താവ് യോനയോട് പറഞ്ഞു, നീ പോയി നിനവേൽ പ്രസംഗിക്കണം. യോന നേരെ തിരിച്ച് വണ്ടി വിട്ടു. എന്നാൽ കർത്താവ് അവനെ പിടിച്ചു തിരിച്ചു കൊണ്ടുവന്ന് നിനവേൽ ഛർദ്ദിപ്പിച്ച് കളഞ്ഞു. മത്സ്യത്തെ കൊണ്ട് പ്രസംഗിക്കാൻ പറഞ്ഞു. ദൈവം ഒരുപക്ഷെ അത് നമ്മളോട് ചെയ്യുന്നില്ലായിരിക്കും, പക്ഷെ എൻ്റെ പ്രിയമുള്ളവരെ, അത് നമ്മൾ ചെയ്തേ മതിയാകൂ. അതിന് നമുക്ക് യാതൊന്നും തടസ്സമായി തീരരുത്, നമ്മൾക്ക് യാതൊന്നും ലജ്ജയായി തീരരുത്. കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിൽ നമ്മൾ ലജ്ജിക്കരുത് പ്രിയമുള്ളവരെ. കാരണം അവൻ നമുക്ക് വേണ്ടി ജീവൻ തന്നവനാണ്, തൻ്റെ രക്തമൊഴുക്കിയവനാണ്, നഗ്നനായി കിടന്ന് കഷ്ടം സഹിച്ചവനാണ്. തിരിച്ചു കൊടുക്കണ്ടേ? അത് നമ്മൾ ചെയ്തേ മതിയാകൂ. സഭയായിട്ട് ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് ആവശ്യമാണ്. ഇത് ഞാൻ എല്ലാ സഭകളിലും പ്രസംഗിക്കാറുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ അല്പം വ്യതിചലിച്ച് പോയിട്ടുണ്ട്. ഇങ്ങനെ ആയിരുന്നില്ല ആദിമ പിതാക്കന്മാർ. കെ.വി. സൈമൺ സാറും വി. നാഗലും അങ്ങനെയുള്ള ആദിമ പിതാക്കന്മാർ മുന്നോട്ട് വന്ന കാലഘട്ടത്തിൽ അവരുടെ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക്. അതെന്താണ്? കർത്താവിനെ സാക്ഷീകരിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. കൊണ്ടുപിടിച്ച് നടക്കുകയായിരുന്നു അവർ. എല്ലായിടത്തും കർത്താവിനെ ഉയർത്തി കാണിക്കുവാനായിട്ട്. അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്, സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ചവരാണ്. അവർക്ക് പറയാനും സംസാരിക്കുവാനും ഒരു വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ: കർത്താവായ യേശു ക്രിസ്തു രക്ഷിക്കുന്നു. അതിൻ്റെ ഫലമായി വിപ്ലവകരമായ രീതിയിൽ, സ്ഫോടനാത്മകമായ രീതിയിൽ കേരളക്കരയിൽ സഭകൾ ഉയർന്നു വരുവാൻ ഇടയായിട്ട് തീർന്നു. വേർപാടുകൾ സഭകൾ മാത്രം 70-ലധികം തിരുവിതാംകൂർ ഭാഗത്തുണ്ടായി. നാഗൽ സാഹിബും അതുപോലെയുള്ള സാഹിബ്മാരും വന്ന് ഇവിടെ പ്രവർത്തിച്ച് ധാരാളം സഭകളുണ്ടായി. എന്നാൽ നമ്മൾ തണുത്തുപോയി. ഇതൊന്നും മാറണം. ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾക്ക് എടുക്കണം. എന്താണ്? ഇനി ഞാൻ എൻ്റെ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ മനസ്സ് വയ്ക്കും. ഈ ഒരു രീതി നമ്മൾ അവലംബിച്ചില്ല എങ്കിൽ പ്രിയമുള്ളവരെ, ഒരു ഭക്തൻ എന്ന് നമുക്ക് പറയാനായിട്ട് അവകാശം ഇല്ലാതെ പോകും. ദൈവത്തിൻ്റെ ഭക്തൻ താൻ പറയുന്നത് പോലെ ചെയ്യുന്നവൻ ആണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ഓർക്കാറുള്ളൊരു കാര്യമാണ്, എസക്കിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോഴൊക്കെ എസക്കിയേലിനോട് കർത്താവ് പറഞ്ഞു, ഇടത്തെ ഒരു വശത്തേക്ക് മാത്രം തിരിഞ്ഞാൽ കിടക്കാവൂ, നീ മറ്റേ വശത്തേക്ക് കിടക്കരുത്. നീ ഇനി അബദ്ധവശ തിരിഞ്ഞു പോകാതിരിക്കാൻ കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. എത്രയോ കാലഘട്ടം അങ്ങനെ തന്നെ കിടന്നെന്നറിയാമോ? മറ്റൊരിക്കൽ കർത്താവ് എന്നോട് പറഞ്ഞു, ഇന്ന ഭക്ഷണമേ കഴിക്കാവൂ, ഇത്ര ധാന്യങ്ങൾ, അത് ഒരപ്പം അളവുണ്ട്, ഇത്ര ഗ്ലാസ്, ഇത്രയും വെള്ളം കുടിക്കാവൂ. അർത്ഥമാക്കുന്നത് മറ്റൊന്നാണ്. അതായത് ഇസ്രായേൽ ജനത്തിന് ഭയങ്കര ക്ഷാമം വരാൻ പോവുകയാണ്. ഇതൊക്കെയാണ് അവർ കർത്താവ് അർത്ഥമാക്കുന്നത്. പക്ഷെ അക്ഷരം പ്രതി ചെയ്യുകയാണ് എസക്കിയേൽ. അതാണ് ഭക്തൻ. ഭക്തൻ കർത്താവിൻ്റെ ഇഷ്ടം അറിഞ്ഞാൽ അതുപോലെ ചെയ്യുന്നവനാണ്. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നവന് അധികം അടി ഉള്ളൂ. ഇഷ്ടം അറിഞ്ഞിട്ട് അത് ചെയ്യണം. മറ്റൊരിടത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് അത് ചെയ്യാത്തവനത് പാപം തന്നെ. ഇക്കാര്യത്തിലൊരു മാറ്റം ദൈവസഭയ്ക്ക് ഉണ്ടാകണം. എന്നാൽ അത് ആരംഭിക്കേണ്ടത് വ്യക്തികളിലാണ്. ഈ ഒരു മേഖലയിൽ
നമ്മുടെ സഭകൾ ഉണരുവാനായിട്ടുള്ള നാഴിക അടുത്തിരിക്കുകയാണ്. ഞാനത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇനിയും എത്ര നാൾ സ്വാതന്ത്ര്യത്തോടെ ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല. കാര്യങ്ങളൊക്കെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. ഉണരാനുള്ള സമയമായി. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പീഡകൻ അടുത്തെത്തിക്കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എത്ര കാലം ഇനി ഒരു ക്രിസ്ത്യാനിക്ക് സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ഓർക്കണം. എത്ര ക്രിസ്ത്യാനിക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഓർക്കണം. കാലങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കംഫർട്ട് സോൺ വിട്ട് വചനത്തിന് സാക്ഷ്യം വഹിക്കാൻ തയ്യാറെടുക്കണം. ഒരുക്കമില്ലാത്തവന് അത് പെട്ടെന്ന് നാശമായിട്ട് ഭവിക്കും. ഒരുക്കമുള്ളവന് പിടിച്ചു നിൽക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കാലം അതിക്രമിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തോടുള്ള ഭക്തിയിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് കർത്താവിനെ സാക്ഷീകരിക്കുന്നതിൽ മുൻപിട്ട് നിൽക്കുന്നവൻ, അവൻ മാത്രമേ വിശ്വാസത്തിൽ നിലനിന്ന് മുന്നോട്ട് പോവുകയുള്ളൂ. എൻ്റെ പ്രിയമുള്ളവരെ, കാലം അതിക്രമിച്ചിരിക്കുന്നു. എഴുന്നേൽക്കാൻ സമയമായി. തല ഉയർത്താൻ സമയമായി. ഇനിയും എത്ര കാലം നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കും, എത്ര കാലം നമ്മളിങ്ങനെയൊക്കെ കൂടും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. അത്രമാത്രം കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. വഹിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് വചനത്തിന് സാക്ഷ്യം വഹിക്കുന്നതിൽ ഏറ്റവും ഉത്തമനായിരിക്കുന്ന സാക്ഷ്യം അല്ലെങ്കിൽ വ്യക്തി. നമുക്ക് 1-2 വാക്യങ്ങൾ വായിച്ച് മുന്നോട്ട് പോകാം പെട്ടെന്ന്. 2 കൊരിന്ത്യർ 5:20 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കൽപ്പനയാണത്. അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവാത്മാവ് നമ്മളോട് പറയുന്നതാണ്. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. ഇത് ഞാൻ ഇതിനെ വായിച്ചതെന്ന് ചോദിച്ചാൽ, നമുക്ക് ദൈവം ഒരു മാൻഡേറ്റ് തന്നിട്ടുണ്ട്. മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൽപ്പന തന്നിട്ടുണ്ട്, ഉത്തരവാദിത്വം. നമ്മൾ ക്രിസ്തുവിൻ്റെ പ്രതിനിധികളാണ് ഈ ലോകത്തിൽ. നമ്മൾ സുവിശേഷം പങ്കുവെക്കുന്നത് ഒരു അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ അധികാരം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളായി കർത്താവിൻ്റെ സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. ഈ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. നമ്മൾ സുവിശേഷം പറയുന്നത് ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ ആണ്. ദൈവമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചെയ്യുവാൻ. നമ്മളത് ചെയ്യുമ്പോൾ നമ്മളല്ല, ദൈവമാണ് നമ്മളിലൂടെ സംസാരിക്കുന്നത്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. രണ്ടാമത്, ഒരു വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്ക് സുവിശേഷത്തോടുള്ള ബന്ധത്തിലുണ്ടായിരിക്കണം. നമ്മൾ സുവിശേഷം പറയുന്നതിലൂടെ ആ വ്യക്തിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മയാണ് ചെയ്യുന്നത്. ആ വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാതെ ഭൂമിയിൽ നശിച്ചുപോയാൽ അവൻ നിത്യനാശത്തിലേക്കാണ് പോകുന്നത്. അവന് രക്ഷപ്പെടുവാനുള്ള ഏക മാർഗം കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷകനാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ അവരിൽ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മളുടെ ധാർമ്മികമായിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നമ്മൾ നിറവേറ്റുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഒന്നാമത്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ദൈവം നമ്മിലൂടെ സംസാരിക്കുകയാണ്. 2, നമുക്ക് നമ്മുടെ സമസൃഷ്ടികളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ സ്നേഹമാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. ഒരു ബുക്ക്ലെറ്റ് കൊടുക്കുവാനേ നമുക്ക് അറിയുള്ളൂ എങ്കിൽ അതെങ്കിലും നമ്മൾ ചെയ്യാൻ നമ്മളാൽ ആവോളം ശ്രമിക്കുക. കർത്താവിൻ്റെ സാക്ഷികളായിട്ടിരിക്കുക. അതിൻ്റെ പേരിൽ എന്ത് അപമാനം നമ്മൾ സഹിക്കേണ്ടി വന്നാലും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നമ്മൾ സഹിക്കാൻ തയ്യാറാകണം. അങ്ങനെ സഹിക്കാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിലുള്ള അപമാനം വരുമ്പോൾ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, കർത്താവിൻ്റെ ദാസനായിരുന്ന പത്രോസ് കർത്താവിനോട് കൂടെ നടന്ന സമയത്തൊക്കെ പറഞ്ഞു, ഞാൻ എല്ലാവരും തള്ളി പറഞ്ഞാലും ഞാൻ ഒരു നാളും തള്ളി പറയില്ല എന്ന് പറഞ്ഞു. അപ്പോസ്തലനായ പത്രോസ് തള്ളി പറഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. അതിനുള്ള കാരണം എന്തായിരുന്നു അറിയാമോ? ഒറ്റ വാക്കി പറഞ്ഞ
ഭയമായിരുന്നു അതിനുള്ള കാരണം താൻ അകത്ത് കയറിയിരിക്കുകയാണ്. ബാല്യക്കാരത്തിയായ സ്ത്രീ വന്നിട്ട് നീ അവനോട് കൂടെ ഉണ്ടായിരുന്നവനല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഭയപ്പെട്ടു പോയത് കൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ഞാൻ ആ മനുഷ്യനെ അറിയുന്നില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നൊക്കെ നമ്മൾ വലിയ ധൈര്യമൊക്കെ ആയിട്ടിരിക്കും. കഷ്ടം സഹിക്കേണ്ട നാൾ വരുമ്പോൾ ഭയം നമ്മെ കയറി പിടിക്കുമ്പോൾ ഇന്നത്തെ സ്റ്റാൻഡൊന്നും നമുക്ക് അന്ന് ഉണ്ടാവുകയില്ല. എന്നാൽ ഇന്നേ കഷ്ടം സഹിക്കുന്നവന് അന്ന് അതൊരു പുത്തിരിയൊന്നും ആയിരിക്കുകയും ഇല്ല. ഞാനത് പറയുന്നത് ദൈവാത്മാവിനോട് പറയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാലം മാറി, സമയം മാറി, തല ഉയർത്തിക്കൊള്ളുക. ഇന്ത്യയിൽ നമുക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 പത്രോസ് 3:15 നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. വ്യക്തിപരമായിട്ടുള്ള ഒരു കൽപ്പനയാണിത്. നിങ്ങളിൽ, ഇത് സഭയായിട്ട് ചെയ്യുന്ന പണിയല്ല. നമ്മളോട് ആർ ചോദ്യം ചെയ്താലും ഉത്തരം പറയുവാനായിട്ട് നാം എല്ലാവരും ഒരുങ്ങിയിരിക്കണം. അതിന് നമ്മൾ ദൈവവചനത്തിന് മുൻപേ ആമ്പിൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. വചനം ഇരുന്ന് ശരിക്കും പഠിക്കണം പ്രിയമുള്ളവരെ. വചനം ശരിക്കും പഠിക്കാത്തവന് ഉത്തരം പറയുവാനായിട്ട് കഴിയുകയില്ല. ഈ ഒരു കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇനി നമ്മുടെ കർത്താവിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. യോഹന്നാൻ 7:16 നാം ഇങ്ങനെ വായിക്കുന്നു, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. ഈ ഭൂമിയിൽ സ്വർഗത്തിലെ ദൈവത്തെ ഇത്രമാത്രം പ്രസാദിപ്പിച്ച മറ്റൊരു വ്യക്തിയും ഉണ്ടായിട്ടില്ല. അത് നമുക്കറിയാം. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? പിതാവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി പുത്രൻ അനുസരിച്ചിട്ടുണ്ട്. കർത്താവിനെ സാക്ഷീകരിക്കുന്നത് വരെ പിതാവ് തന്നോട് കൽപ്പിച്ചിട്ടുള്ള ഓരോ വാക്കുകളും പുത്രൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ഇങ്ങനെ പോലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്വയമായിട്ടൊന്നും പറയുന്നില്ല, പിതാവ് എന്നോട് പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? പിതാവ് തന്നോട് പറയാൻ പറഞ്ഞ ഒരു കാര്യവും കർത്താവ് മറച്ചു വയ്ക്കാതെ എല്ലാം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ച് ഒരുമിച്ച് കൂടി അവരോട് സംസാരിക്കുന്ന വേളയിൽ അവരോട് പറയുന്നൊരു പ്രത്യേക പദപ്രയോഗമുണ്ട്. അതെന്താണ്? ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഒന്നും ഞാൻ മറച്ച് വെച്ചിട്ടില്ല, ഒക്കെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമ്മൾ മറ്റുള്ളവരോട് പറയേണ്ടതാണ്. അത് ഒന്നും മറച്ചു വയ്ക്കേണ്ട ആവശ്യം നമ്മൾക്ക് ഇല്ല. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ ഇഷ്ടം ലോകത്തിന് പറഞ്ഞു കൊടുത്തതുകൊണ്ട് അതിൻ്റെ പേരിൽ താൻ അപമാനം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ സഹോദരന്മാർ തന്നെ അവിശ്വസിച്ച് നീ പ്രസിദ്ധനാകുവാൻ ഇച്ഛിക്കുന്നവനല്ലേ എന്നൊക്കെ പറഞ്ഞ് തന്നെ കളിയാക്കിയപ്പോഴും അപമാനിച്ചപ്പോഴും കർത്താവ് പറഞ്ഞ വാക്കിതായിരുന്നു, നിങ്ങളെ പകപ്പാൻ ലോകത്തിന് കഴിയുന്നതല്ല. അതെന്താ? എന്നെ പകയ്ക്കും. അതിന് കാരണം അതിൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അത് ഞാൻ പറയുന്നത് കൊണ്ട് ലോകം എന്നെ പകയ്ക്കുന്നു. കർത്താവ് അങ്ങനെയാണ് പകയ്ക്കൽ. അതിന് എന്താ പറയുക, മറ്റുള്ളവരുടെ വിരോധം സഹിക്കേണ്ടി വന്നത്. താൻ സത്യമായിട്ടുള്ളത് പറയുമായിരുന്നു. പ്രിയമുള്ളവരെ, സുവിശേഷം പറയുമ്പോൾ ഒരു പക്ഷേ ജനം നമ്മെ പകച്ചു എന്ന് വരാം. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെന്താ? നാം ചെയ്യുന്നത് നന്മയാണ്. അവർ ഒരുപക്ഷെ നമ്മെ പകച്ചാലും നമ്മളോട് പരിഭവം പറഞ്ഞാലും നമ്മെ തെറ്റിദ്ധരിച്ചാലും നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും മികച്ച കാര്യം സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ ചെയ്തവനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മറ്റൊരു വാക്യം യോഹന്നാൻ 10:25 എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം ആകുന്നു. കർത്താവിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് പിതാവ് തനിക്ക് തന്ന പ്രവൃത്തിയായിരുന്നു. അഥവാ പിതാവായ ദൈവം തന്നോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരക്ഷരം പോലും വിടാതെ എല്ലാം കർത്താവ് തൻ്റെ ശ്രോതാക്കൾക്ക് പകർന്നു കൊടുത്തു. കുരിശിൽ കിടന്നിട്ട് അവസാനം മരിക്കുന്നതിന് മുൻപായിട്ട് താൻ പറഞ്ഞ വാക്ക് ഇതാണ്, സകലവും നിവൃത്തിയായി. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡാണത്, അല്ലേ? സകലവും
നിവൃത്തിയായി. എന്ന് പറഞ്ഞാൽ തന്നെ പരമേൽപ്പിച്ച എല്ലാ പ്രവൃത്തികളും, തന്നെ പരമേൽപ്പിച്ച എല്ലാ വചനങ്ങളും പുത്രൻ ലോകത്തിന് പകർന്നു കൊടുത്തു. എല്ലാം പൂർത്തിയായി, സകലവും നിവൃത്തിയായി. അടുത്ത വാക്യം യോഹന്നാൻ 18:37 കർത്താവ് പറഞ്ഞ മറ്റൊരു വാക്യമാണ്. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ഞാൻ ലോകത്തിൽ വന്നും ഇരിക്കുന്നു. നമ്മുടെ കർത്താവ് സത്യത്തിൻ്റെ സാക്ഷിയായിരുന്നു. റെവലേഷൻസ് 3:14 നമ്മുടെ കർത്താവിനെ വിളിക്കുന്ന പദം തന്നെ വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി എന്നാണ്. സാക്ഷി, വിറ്റ്നസ്. ഞാനിത് പറഞ്ഞു തരുന്നതിൻ്റെ കാര്യം, പ്രിയമുള്ളവരെ, നമ്മളൊക്കെ കർത്താവിൻ്റെ സാക്ഷികളാണ് അല്ലേ? നമ്മൾ പാടാറുണ്ട്, യേശുവിൻ സാക്ഷികൾ നാം, സുവിശേഷത്തിൻ സേനകൾ നാം. ഇതൊക്കെ പാട്ടിൽ ഒതുങ്ങി നിൽക്കുകയാണ് പ്രിയമുള്ളവരെ. എന്നാൽ അവിടം വിട്ടൊന്ന് കടന്ന് പോകണം. നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാക്ഷിയായിരിക്കുക എന്ന് പറയുന്നത് അതിനേക്കാളും പ്രിവിലേജായിട്ടുള്ള ഒരു കാര്യവും ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ലഭിക്കാനായിട്ടില്ല. ദൂതന്മാർ ഏറ്റവും സന്തോഷത്തോടെ അത് ചെയ്യുമായിരുന്നു. എന്നാൽ അത് ദൂതന്മാരെ അല്ല ഈ കാലഘട്ടത്തിൽ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്നത്, നമ്മളെയാണ്. കാരണം നമ്മളാണ് അതിൻ്റെ അനുഭവ വക്താക്കൾ, അനുഭവിച്ചിരിക്കുന്ന വ്യക്തികൾ നമ്മളാണ്. വെളിപ്പാട് ഗ്രന്ഥം വായിക്കുമ്പോൾ ദൂതന്മാർ സുവിശേഷം അറിയിക്കുന്നുണ്ട്, നമ്മളത് കാണുന്നുണ്ട്. അന്ത്യകാലത്ത് അവർ പറന്നുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുപ്പിനെന്ന് സുവിശേഷം അറിയിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു കാലഘട്ടം അതിനു വേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ, ഈ കൃപായുഗത്തിൽ തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, തന്നെ അനുഭവിച്ച തൻ്റെ ജനമാണ്, തൻ്റെ കാന്തയാണ് കർത്താവിനെ സാക്ഷീകരിക്കേണ്ടത്. കർത്താവ് സത്യത്തിന് സാക്ഷി നിൽക്കാൻ വന്നവനായിരുന്നു. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായിരുന്നു. ദൈവത്തിൻ്റെ മക്കൾ, ദൈവഭക്തന്മാർ അവണ്ണം തന്നെ കർത്താവിൻ്റെ സാക്ഷികളായിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു മേഖലയിൽ നമ്മൾ ഇംപ്രൂവ് ചെയ്യണം എന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. നമ്മൾ സുവിശേഷം അറിയിക്കണം, മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയണം. ഇത് കൂടാതെ വചനത്തിന് സാക്ഷ്യം വഹിക്കാതെ നമുക്ക് ദൈവഭക്തന്മാരായിരിക്കാൻ സാധ്യമല്ല. കാരണം നമ്മുടെ മനസാക്ഷിക്കകത്ത് എപ്പോഴും ഒരു കുത്ത് നമുക്ക് ഉണ്ടായിരിക്കും കർത്താവിനെ കുറിച്ച് പറയാത്തിടത്തോളം. അത് നമ്മിൽ നിന്ന് നീങ്ങിപ്പോകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവഭക്തിയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിശ്വാസിയും സാധ്യമായിട്ടുള്ള എല്ലാ വഴികളിലൂടെയും, അത് കത്തിടപാടാണോ, ബുക്ക്ലെറ്റാണോ, ഇമെയിലാണോ, വട്ടെവർ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് അറിയിക്കേണ്ടത് ആവശ്യമാണ്. ചില തീരുമാനങ്ങൾ നമുക്കെടുക്കാം. ചില വ്യക്തികളോട് ഞാൻ സുവിശേഷം അറിയിക്കും. മറ്റെല്ലാറ്റിനേക്കാളും ഉപരി ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കുക. ലെറ്റ് ഇറ്റ് ബിക്കം എ പ്രാക്ടീസ് ഇൻ അവർ ലൈഫ്. ലെറ്റ് ഇറ്റ് ബിക്കം എ ക്യാരക്ടർ ഇൻ അവർ ലൈഫ്. നമ്മുടെ വ്യക്തിത്വത്തിൽ അത് അലിഞ്ഞു ചേരട്ടെ, അത് നമ്മുടെ ഒരു സ്വഭാവമായിട്ട് തീരട്ടെ, മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയുക എന്നുള്ളത്. അങ്ങനെ സംഭവിക്കാതെ വന്നാൽ പരീക്ഷാ നാളുകൾ ബുദ്ധിമുട്ടോടുകൂടെ നാം കടന്നു പോകേണ്ടി വരുമെന്നുള്ളതും ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. 2 തിമോഥെയോസ് 1:8 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്ക. നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്ക. സുവിശേഷം അറിയിക്കുമ്പോൾ കഷ്ടമുണ്ട്. ചിലരൊക്കെ ചിലപ്പോൾ മുഖം പിന്നീട് തന്നെന്ന് വരില്ല. പക്ഷെ കഷ്ടം സഹിക്കുക. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യം, സുവിശേഷ നിമിത്തം കഷ്ടം സഹിക്കുന്ന നമ്മുടെ കൂട്ടു സഹോദരന്മാരുടെ വേദന, അത് നമ്മുടെ വേദനയായിരിക്കട്ടെ. അവർ ജയിലുകളിൽ കിടക്കുമ്പോൾ നമ്മളാണ് ദീപശിഖയുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. പ്രിയമുള്ളവരെ, സുവിശേഷം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഒളിച്ചോടുവാൻ പാടില്ല. വചനത്തിന് നാം സാക്ഷ്യം വഹിച്ചേ മതിയാകുകയുള്ളൂ. ഇക്കാര്യത്തിൽ വ്യക്തിപരമായ ഒരു തീരുമാനം നമ്മൾക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. റെവലേഷൻസ് 1:2 നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ ദൈവത്തിൻ്റെ വചനവും
യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. യോഹന്നാനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ്. കണ്ടതൊക്കെയും താൻ സാക്ഷീകരിച്ചു. റോമർ 1:16 അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്ക്, മനോഹരമായ വാക്ക്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഇത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കട്ടെ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അതെൻ്റെ അഭിമാനമായിരിക്കട്ടെ. എൻ്റെ അഭിമാനം. കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവാണ് എനിക്ക് ജീവൻ തന്നവൻ, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ വിടുവിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ. അവനായിരിക്കട്ടെ എൻ്റെ പ്രസംഗ വിഷയം, അവനായിരിക്കട്ടെ എൻ്റെ സാക്ഷ്യം. അവൻ്റെ സുവിശേഷത്തെക്കുറിച്ച് ജീവൻ പോയാലും ഞാൻ ലജ്ജിക്കയില്ല. ഇതായിരിക്കട്ടെ നമ്മളുടെ മോട്ടിവേഷൻ. ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി നിലനിൽക്കണം. വചനത്തിന് നാം സാക്ഷ്യം വഹിച്ചേ മതിയാകുകയുള്ളൂ. ഒരു ദൈവഭക്തൻ ഒരിക്കലും ഒളിച്ചു കളിച്ച് നടക്കാൻ പറ്റുകയില്ല. കർത്താവിൻ്റെ വചനത്തിന് നാം സാക്ഷ്യം വഹിക്കണം. സുവിശേഷത്തിന് നാം സാക്ഷ്യം വഹിക്കണം. അത് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും ചെറിയ ഒരു സേവനമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ കർത്താവിൻ്റെ സുവിശേഷം താൻ ചെയ്യുന്നത് ഒരു യാഗം പുരോഹിതൻ അർപ്പിക്കുന്ന പോലെയാണെന്നാണ്. പുരോഹിതൻ എപ്പോഴൊക്കെ യാഗം അർപ്പിക്കാൻ ആ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നുവോ, അതുപോലെ ഒരു വ്യക്തിയോട് സുവിശേഷം പറയാൻ കടന്നു ചെല്ലുമ്പോൾ അതേ ആറ്റിറ്റ്യൂഡോടുകൂടെ അപ്പോസ്തലനായ പൗലോസ് കടന്നു ചെല്ലുകയാണ് സുവിശേഷവുമായിട്ട്. അതായിരിക്കട്ടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അതായിരിക്കട്ടെ നമ്മുടെ വർഷിപ്പ്, അതായിരിക്കട്ടെ നമ്മുടെ സർവീസ് ദൈവത്തിന് നൽകുവാനുള്ളത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. മൂന്നാമത്തെ പോയിന്റ്, ദൈവഭക്തനായിട്ട് ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മൂന്നാമത്തെ പോയിന്റ്, ഈ മേഖലയിൽ നമുക്കുണ്ടാകേണ്ടതും ഉണ്ടായിരിക്കേണ്ടതുമായ കാര്യം സൗമ്യത എന്നുള്ള വിഷയമാണ്. നമുക്കറിയാം, ചിലർ ജന്മനാ നല്ല സൗമ്യന്മാരാണ്, ചിലർ സൗമ്യത കുറഞ്ഞവരെന്നെ പോലെ. തീരെ സൗമ്യത കുറവാണ് എനിക്ക്. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സൗമ്യത. ദൈവം ഇങ്ങനെ പരീക്ഷണങ്ങളും തരുന്നുണ്ട് അതിന് വേണ്ടി സൗമ്യത പഠിക്കാൻ. സൗമ്യത എന്ന വാക്ക്, അതുപോലെ വിനയം, അതുപോലെ താഴ്മ, ഈ 3 പദങ്ങൾ നമ്മൾ പലപ്പോഴും പര്യായ പദങ്ങൾ പോലെ ഉപയോഗിക്കാറ്. പക്ഷേ ഈ 3 വാക്കുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ട്. സൗമ്യത, വിനയം, താഴ്മ, ഈ 3 പദങ്ങളും വ്യത്യാസമുള്ള വാക്കുകളാണ്. എന്നാൽ ബന്ധപ്പെട്ട് കിടക്കുന്ന വാക്കുകളും ആണ്. അപ്പം നമുക്കതിൻ്റെ ഒരു അർത്ഥത്തിലേക്കൊന്ന് കടന്നു പോകാം. എന്താണ് ഈ സൗമ്യത എന്ന് പറഞ്ഞാൽ? സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് വിനയവും താഴ്മയും ഒന്ന് പഠിക്കണം. അതെന്താണെന്ന് വെച്ചാൽ, വിനയും താഴ്മയുള്ളവന് മാത്രമേ സൗമ്യനായിരിക്കാൻ കഴിയുള്ളൂ. സൗമ്യനായിരിക്കണമെങ്കിൽ എന്ത് വേണം? വിനയം വേണം, താഴ്മ വേണം. ഇല്ലെങ്കിൽ സൗമ്യനായിട്ട് അഭിനയിക്കാം. ഇങ്ങനെ അഭിനയിക്കുന്ന ടീമുകളുണ്ട്. ഭയങ്കര സൗമ്യത സംസാരത്തിൽ, ഉള്ളിലല്ല താനും. കേട്ടോ, പറഞ്ഞു മനസ്സിലായല്ലോ? പുറത്ത് സംസാരിക്കുമ്പോൾ ഭയങ്കര സൗമ്യതയാണ്, പക്ഷെ ഉള്ളിൽ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം വിനയവും താഴ്മയും ഉണ്ടാവണം, എന്നിട്ട് വേണം സൗമ്യനാകാൻ. വിനയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമിലിറ്റി എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ വിളിക്കുന്നത്. നമ്മളെക്കുറിച്ച് നമുക്ക് നമ്മെക്കുറിച്ച് ചില എന്താ പറയുക, ചിന്താഗതികളൊക്കെ ഉണ്ട് അല്ലേ? പൊതുവെയുള്ള ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും കുറവുള്ളവനല്ല എന്നാണ് അല്ലേ? അതാണല്ലോ നമുക്കുള്ള ചിന്താഗതി. വിനയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം എന്നെ ചെറിയവനാണെന്ന് എണ്ണുക എന്നുള്ളതാണ്. ഞാൻ ചെറിയവനാണ്, എന്നെ തന്നെ ഞാൻ ചെറിയവനായി നിരൂപിക്കുന്നതാണ്, അല്ലെങ്കിൽ കൗണ്ട് ചെയ്യുന്നതാണ് വിനയം എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന ദൈവപുത്രനാണ്. ദൈവപുത്രൻ്റെ മഹത്വം നമുക്കറിയാവുന്നതാണ് അല്ലേ? അവൻ മുഖാന്തരം സകലവും ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. അതാണ് ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ. താനാണ് സകലത്തിൻ്റെയും ആധാരം, താനാണ് സകലത്തെയും ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. പക്ഷേ ഈ കർത്താവ് തന്നെ ഏറ്റവും ചെറിയവനാണെന്ന് എണ്ണിയവനായിരുന്നു. ഭൂമിയിൽ മനുഷ്യനായിരുന്നപ്പോൾ അവൻ ചെറിയവനാണെന്ന് എണ്ണിയത് കൊണ്ടാണ് ഏറ്റവും സൗമ്യനായിട്ട് തനിക്ക് തന്നെ വെളിപ്പെടുത്താൻ സാധിച്ചത്. കർത്താവ് പറയുകയുണ്ടായി, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട്
പഠിപ്പിൻ. കർത്താവ് കേവലം ഭംഗിവാക്ക് പറയില്ല, താൻ സൗമ്യനായിരുന്നു. താൻ സൗമ്യനായിരുന്നത് കൊണ്ട് തൻ്റെ അടുക്കൽ വരുവാൻ കുഞ്ഞുങ്ങൾക്ക് പോലും പേടി ഇല്ലായിരുന്നു, അല്ലേ? കുഞ്ഞുങ്ങൾ തൻ്റെ അടുക്കൽ വരാൻ വലിയ ഇഷ്ടമായിരുന്നു. കർത്താവ് ഇങ്ങനെ പറയുക പോലും ചെയ്തു, കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ. കർത്താവിൻ്റെ അടുക്കൽ കുഞ്ഞുങ്ങൾക്ക് ചെല്ലാൻ വരെ പേടിയില്ല. അതിൻ്റെ കാരണം കർത്താവ് അത്ര സൗമ്യൻ ആയിരുന്നു. താൻ തന്നെ ചെറിയവൻ എന്ന് എണ്ണിയവനായിരുന്നു. തന്നെ ചെറിയവനാണെന്ന് എണ്ണുമ്പോൾ സംഭവിക്കുന്ന ഒരു മാറ്റം എന്താണെന്ന് കൂടെ പറയാം. ഞാൻ ചെറിയവനാണെന്ന് എണ്ണുമ്പോൾ എന്നിൽ സംഭവിക്കുന്ന ഒരു മാറ്റം, മറ്റുള്ളവർക്ക് ഞാൻ ബഹുമാനം കൊടുക്കാൻ തുടങ്ങും. മനസ്സിലായോ? ഒരാൾ ചെറിയവനാണെന്ന് തന്നെ എണ്ണുമ്പോൾ, വിനയമുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് എന്താണെന്നറിയാമോ? ഞാൻ വിനയമുള്ളവനാണെങ്കിൽ മറ്റുള്ളവരെ ഞാൻ ബഹുമാനിക്കുവാൻ തുടങ്ങും. എന്നെക്കാളും അദ്ദേഹം മികച്ചവനാണെന്ന് ചിന്തിക്കുവാൻ തുടങ്ങും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? ഞാൻ വിനയം പ്രാപിക്കുമ്പോൾ, വിനയമെന്നിലേക്ക് കടന്നു വരുമ്പോൾ, ഞാൻ ചെറിയവനാണ്, മറ്റവൻ എന്നേക്കാൾ വലിയവനാണ് എന്ന ചിന്താഗതി എന്നെ ഭരിക്കാനായിട്ട് തുടങ്ങും. മറ്റുള്ളവരെ ശ്രേഷ്ഠൻ എന്ന് എണ്ണുവാൻ ഞാൻ തുടങ്ങും. ഇത് ബൈബിളിലെ കൽപ്പനയാണ്, അല്ലേ? തന്നിൽ തന്നെ പ്രസാദിക്കാത്ത കർത്താവ് നമുക്ക് തന്ന കൽപ്പനയാണ്, മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണണം. അതിനെന്ത് വേണം? വിനയം വേണം. വിനയമില്ലാത്ത ഒരുത്തനും മറ്റൊരാളെ തന്നെക്കാളും ശ്രേഷ്ഠനാണെന്ന് എണ്ണാൻ കഴിയില്ല. ഇനി നമ്മൾ ചിന്തിച്ചാൽ മതി എത്ര വിനയം നമുക്ക് ഉണ്ട്. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കാം, താഴ്മ. എന്താ ഈ താഴ്മ? താഴ്മ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറയുന്നത് ലോലിനെസ് എന്നാണ്. താഴ്മ എന്ന് പറയുന്നത് ഞാൻ അപ്രധാനമാണ്, ഞാനില്ലേലും കാര്യങ്ങളൊക്കെ നടന്നുകൊള്ളും. അങ്ങനെ ചിന്തിക്കുന്നവനിൽ എന്ത് മാറ്റം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ, അവൻ സ്ഥാനമാനങ്ങളുടെ പിറകിൽ പോകുകയില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഞാൻ താഴ്മയുള്ളവനാകുമ്പോൾ സ്ഥാനങ്ങളുടെ പിറകിൽ പോകണ സ്വഭാവം നിർത്തും. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇങ്ങനെ പഠിപ്പിച്ചു, നിങ്ങളെ ആരെങ്കിലും ഭക്ഷണത്തിന് വിളിച്ചാൽ പിറകിൽ പോയി ഇരുന്നാൽ മതി, മുഖ്യ ആസനങ്ങളിലേക്ക് പോയി ഇരിക്കരുത്. എന്താ കാരണം? നിന്നേക്കാൾ മാന്യനായ ഒരുത്തിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ പിടിച്ച് അവസാനം പിറകിലേക്ക് ഇരുത്തത് മറ്റുള്ളവരുടെ മുമ്പിൽ നിനക്ക് നാണക്കേട് ആകും. കർത്താവ് പഠിപ്പിച്ചതാ. കർത്താവ് തന്നെയും എവിടെ പോയാലും മുഖ്യാസനങ്ങൾ തിരഞ്ഞെടുക്കാറില്ല. കർത്താവ് തന്നെ അപ്രധാനമാണെന്ന് എണ്ണി. ഇപ്പോൾ വിനയമുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ തുടങ്ങും. എന്നിൽ താഴ്മ കടന്നു വരുമ്പോൾ ഞാൻ സ്ഥാനങ്ങളുടെ പിറകിൽ പോവുകയില്ല. മറ്റയാൾക്ക് എന്നെക്കാളും മെച്ചമായത് കിട്ടി എന്നുള്ള പ്രശ്നം എന്നെ അലട്ടില്ല. അതെന്താ കാരണം? എനിക്ക് ഇത്രയേ ഉള്ളൂ യോഗ്യത എന്ന് ഞാൻ എണ്ണും. കഴിഞ്ഞ ദിവസം പേപ്പറിൽ വായിച്ചായിരുന്നോ? വേറൊന്നും ഞാൻ പറയുന്നില്ല, ഒരു രാഷ്ട്രീയ നേതാവിന് മുമ്പേ വിളിച്ചില്ല പ്രസംഗിക്കാൻ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അല്ലേ? എന്താ പ്രശ്നമെന്നറിയാമോ? താഴ്മയില്ല. അദ്ദേഹത്തെ കുറ്റമായിട്ട് പറയല്ല കേട്ടോ, താഴ്മയില്ല. താഴ്മയുള്ളവൻ അതൊരു വിഷയമേ അല്ല. എന്നാലും ഇത്രയും പേരിയ്ക്കുമ്പോൾ എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ വിളിച്ചില്ലല്ലോ. എന്താ പ്രശ്നമെന്നറിയാമോ? താഴ്മയില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മിൽ വളരണം. ഇത് രണ്ടും വളരുമ്പോൾ ഞാൻ സൗമ്യനായി തീരും. മനസ്സിലായല്ലോ? ഞാൻ ചെറിയവനാണെന്നെണ്ണും, ഞാൻ അപ്രധാനമാണെന്നെണ്ണും, മറ്റുള്ളവർ എന്നെക്കാളും വിലയേറിയവനാണെന്ന് ഞാൻ എണ്ണും, മറ്റുള്ളവർ യോഗ്യന്മാരാണെന്ന് ഞാൻ എണ്ണും, സ്ഥാനം അവർക്കുള്ളതാണെന്ന് ഞാൻ എണ്ണുമ്പോൾ ഞാൻ സൗമ്യനായി മാറും, ഞാൻ സൗമ്യനാവും. ഇതായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. കർത്താവിൻ്റെ അത്രയും മഹത്വമുള്ള ആരും ഈ ലോകത്തിലുണ്ടായിട്ടില്ല പ്രിയമുള്ളവരെ. എന്നാൽ അവനെ പോലെ സൗമ്യനാരും ഉണ്ടായിരുന്നില്ല. കർത്താവ് തന്നെ പറഞ്ഞ, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകൊണ്ട് എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. ഞാനൊരു കാര്യം പറയാം, ഈ സൗമ്യതയും താഴ്മയും വിനയവും ഒക്കെ ദൈവാത്മാവിനാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ക്വാളിറ്റീസാണ്. ഇതൊന്നും നമ്മളിനി പുതുതായി കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ദൈവാത്മാവിന് കീഴ്പ്പെടാതെ നമ്മുടെ ജഡത്തിന് കീഴ്പ്പെടുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറ്റും?
അർഹമെന്ന് എനിക്ക് തോന്നുന്ന എന്ന് പറഞ്ഞ് ഞാൻ എന്തോ ആണ്, അതുകൊണ്ട് എനിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല, ഞാനാകെ അപ്സെറ്റായി പോകും. ഇത്രയും പ്രായമുണ്ടായിട്ട് എന്നെ അവനൊന്ന് ബഹുമാനിച്ചില്ലല്ലോ, എന്നെ വിളിച്ചിട്ട് എന്നെ ഒന്ന് മുൻനിരയിൽ ഇരുത്തിയില്ലല്ലോ, എന്നെ വിളിച്ചിട്ട് എന്നെ പ്രാർത്ഥിപ്പിച്ചില്ലല്ലോ. എൻ്റെ പ്രിയമുള്ളവർ, ഈ പ്രശ്നം മുഴുവനും അവസാനിക്കുന്നത് ഞാൻ സൗമ്യനായി തീരുമ്പോഴാണ്. അതോടെ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. കാരണം ഇതൊന്നും പിന്നെ എനിക്കൊരു വിഷയമേ അല്ല. ഞാൻ അത്രയേ ഉള്ളൂ, ഞാൻ അപ്രധാനമാണ്. കർത്താവായ യേശു ക്രിസ്തു എത്രമാത്രം താഴ്മയുള്ളവനായിരുന്നുവോ അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ നിന്ന് പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകുമ്പോൾ മുക്കുവന്മാരുടെ കയ്യിൽ സഭ എന്നുള്ള പ്രവൃത്തി ഏൽപ്പിച്ചിട്ട് പോയത്. പറഞ്ഞ മനസ്സിലായോ? മുക്കുവന്മാരുടെ കയ്യിൽ യാതൊരു വിദ്യാഭ്യാസവുമില്ല, യാതൊരു പരിജ്ഞാനവുമില്ല, ഭാഷാ പാണ്ഡിത്യമില്ല, ശ്രേഷ്ഠന്മാരല്ല, സമൂഹത്തിൽ അക്സെപ്റ്റബിൾ അല്ല, ഏറ്റവും നിസാരന്മാർ. വേറെ ആരാണെങ്കിലും ചിന്തിക്കും, ഞാനില്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. കർത്താവ് അങ്ങനെ ചിന്തിച്ചില്ല. കർത്താവ് പിതാവിനോടൊരു പ്രാർത്ഥന കഴിച്ചു. യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിൽ വായിച്ചാൽ മനസ്സിലാവും. പിതാവേ, ഭൂമിയിൽ ഞാൻ ഇരുന്നപ്പോൾ നിനക്കുള്ളവരെ ഞാൻ നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഞാൻ നിന്റെ അടുക്കൽ വരികയാണ്, ഇനി നീ നോക്കിക്കൊള്ളണം. ഞാൻ ആ ഭാഷയിൽ പറയാണ്, ഇനി നീ നോക്കിക്കൊള്ളണം. കാര്യം കഴിഞ്ഞു. എന്താ പ്രാർത്ഥനയുടെ അർത്ഥം? ഞാൻ അപ്രധാനമാണ് പിതാവേ, നീയാണ് പ്രധാനി. ഞാൻ ചെറിയവനാണ് കർത്താവേ, നീയാണ് വലിയവൻ. പിതാവിനോട് താൻ പ്രാർത്ഥിക്കുകയാണ് ഒരു മനുഷ്യൻ എന്നുള്ള അളവിൽ. എന്നിട്ട് ഇവിടുന്ന് താൻ പോയി. പിതാവ് വിശ്വസ്തനായിരുന്നു. പിതാവ് അവരിൽ ഒന്നുപോലും പോകാതെ കാത്ത് സൂക്ഷിച്ചു. നമ്മൾ സൗമ്യതയുള്ളവരായി തീരണം. സൗമ്യത ഉണ്ടാകുന്നതിന് മുമ്പ് വിനയം എന്താണെന്ന് നമ്മൾ പഠിക്കണം. അതിനു മുമ്പ് നാം താഴ്മ എന്താണെന്ന് പഠിക്കണം. എൻ്റെ പ്രിയമുള്ളവർ, ഇത് പഠിക്കണം. അത് പഠിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? ബുക്ക് വെച്ചിട്ടല്ല. ഇത് പഠിക്കുന്നത് ഹാർഡ് ലെസൺ എന്നാണ് വിളിക്കുക അതിനെ. അതെന്താ ഹാർഡ് ലെസൺ എന്ന് പറയുന്നത്? നിനക്ക് ചില സന്ദർഭങ്ങൾ വരും, നിന്നെ അവഗണിക്കുന്ന സമയം. അപ്പോൾ ഈ വചനങ്ങൾ ഓർക്കണം. നൗ ഈസ് ദ ടൈം. എന്നെ അവഗണിച്ചു, ഞാൻ ചെറിയവനാണ്, ഞാൻ അപ്രധാനിയാണ്, ഐ ആം ഹാപ്പി. ഇത് അനുഭവത്തിലൂടെ പഠിക്കേണ്ട ലെസനാണ്. ഇത് ബുക്ക് കൊണ്ട് പഠിക്കേണ്ട ലെസനല്ല. ഇത് ജ്ഞാനം കൊണ്ട് പഠിക്കേണ്ട ലെസനുമല്ല. പിന്നെയോ അനുഭവം കൊണ്ട് പഠിക്കേണ്ടതാണ്. അനുഭവം കൊണ്ടാണ് സൗമ്യത നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നോട്ട് ഇൻ്റലക്ച്വലി, തല കൊണ്ടല്ല, അനുഭവം കൊണ്ട്. ഇത് അനുഭവിച്ചു കഴിയുമ്പോൾ നാളെ ഇതേ അനുഭവം വന്നാൽ, എന്നെ അവഗണിച്ചാൽ, ബെറ്ററായിട്ട് അത് ഞാൻ ഹാൻഡിൽ ചെയ്യും. ഒരു വിഷമവും എനിക്കുണ്ടാവില്ല. എനിക്ക് അത്ര പ്രാധാന്യമുള്ളൂ, ഞാൻ അത്രമാത്രം ചെറിയവനുമാണ്. അടുത്ത തവണ യു വിൽ ബി ബെറ്റർ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകൊണ്ട് എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. പഠിക്കാൻ പറഞ്ഞിരിക്കുക അത്, കാരണം അത് പഠിച്ചെടുക്കണം. എന്നാൽ ഞാനൊരു സത്യം പറയാം, 2 മിനിറ്റേ ഉള്ളൂ നമ്മുടെ മധ്യേ. ദൈവമക്കളായിരിക്കുന്ന നമ്മൾക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. ഈ ലെസൺ ആരും പഠിക്കാറില്ല. സത്യമല്ലേ? നമ്മുടെ സഭകളിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എവിടെയാ? ഒറ്റ പ്രശ്നമാണ്. ഈ പ്രശ്നമാണത്. ഞാൻ അവനേക്കാളും മെച്ചമാണ് എന്ന തോന്നൽ, ഞാൻ അവനേക്കാളും ഒട്ടും മോശം അല്ല എന്ന തോന്നൽ. എന്ന് പറഞ്ഞാൽ വിനയത്തിൻ്റെ ക്ലാസ്സും പൊട്ടി, താഴ്മയുടെ ക്ലാസ്സും പൊട്ടി. പിന്നെ സൗമ്യത ഉണ്ടാവില്ലല്ലോ. എൻ്റെ പ്രിയമുള്ളവർ, ഇത് പഠിച്ചേ മതിയാകൂ. ഇത് പഠിക്കണമെങ്കിൽ ചില കൈപ്പേറിയ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകണം. ഞാൻ ഈ വാക്യങ്ങളെ നിങ്ങൾക്ക് ഇന്നൊന്ന് വെളിപ്പെടുത്തി തരികയാണ്. എന്താണ് ഈ വാക്കുകളുടെ അർത്ഥം? പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ.
അവർ ഭൂമിയെ അവകാശമാക്കും. അർത്ഥം മനസ്സിലായോ? ഇപ്പോൾ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. അവർക്കാണ് ദൈവം അനുഗ്രഹങ്ങളെ കൊടുക്കുക. അതെന്താ? ദൈവത്തിന്റെ ദിവ്യ സ്വഭാവം അവനാണ് വെളിപ്പെടുത്തുന്നത്. എല്ലാം ഉണ്ടായിരിക്കെ ഒന്നുമില്ലാത്തവനെ പോലെ. അത് എണ്ണണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവർ, ഈ ക്വാളിറ്റി നമ്മിൽ വളരണം. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം. അവനോ വളരണം, ഞാനോ കുറയണം. പ്രിയമുള്ളവർ, ഇതൊക്കെ നമ്മൾ പറയും, പക്ഷേ ഒന്ന് തൊട്ട് കഴിയുമ്പോഴേക്കും അപ്പോഴേക്കും നമ്മൾ ചാടി അങ്ങ് വരും പുറത്തേക്ക്. ഞാൻ ഒട്ടും മോശമല്ല കേട്ടോ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളുടെ സൗമ്യത എവിടെയാണ് കിടക്കുന്നത്? വാസ്തവത്തിൽ നമുക്ക് വിനയമുണ്ടോ? നമ്മൾ മറ്റുള്ളവരെ നമ്മെക്കാളും ശ്രേഷ്ഠനെന്ന് എണ്ണുന്നുണ്ടോ? നമുക്ക് താഴ്മയുണ്ടോ? ഞാൻ പ്രാധാന്യമില്ലാത്തവനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ? എല്ലാ മഹത്വവും കർത്താവിനുള്ളതാണ് പ്രിയമുള്ളവരെ. എൻ്റെ കർത്താവാണ് പ്രധാനി, എൻ്റെ കർത്താവാണ് വലിയവൻ, അവൻ തന്നിട്ടുള്ളതല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള സൗമ്യത നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്കിതിൻ്റെ വാക്യങ്ങളിലേക്ക് കടക്കാം, കൂടുതൽ ഡീറ്റെയിലേക്ക് കടക്കാം. ഈ ഒരു വലിയ ക്വാളിറ്റി നമ്മിൽ വളർത്തിയെടുത്താൽ ഞാൻ പറയാം, വി ഹാവ് വൺ ദ ബാറ്റിൽ. ഒരു വലിയ യുദ്ധം നമ്മൾ ജയിക്കുകയാണ്. അതെന്താ? ജഡത്തിന് പിന്നെ നമ്മളെ സ്വാധീനിക്കാൻ അവസരം കിട്ടില്ല. അത് പൊങ്ങി പൊങ്ങി വരുമ്പോഴൊക്കെ നമുക്കറിയാം അവിടെ ഇരുത്താൻ. അതിനെ ഈ ഒരു സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. ഇതാണ് ദൈവസഭയിൽ ആവശ്യമായിരിക്കുന്നത്. ഇതാണ് വ്യക്തി ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്. ഇതാണ് കുടുംബജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്. ഇതാണ് സമൂഹത്തിൽ ഇറങ്ങി കഴിയുമ്പോഴും നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം എന്നും എന്നാളും വാഴ്ത്തപ്പെടുമാറാകട്ടെ.